എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇതാ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് സമമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം വെളുത്തുള്ളി വളരെ ഈസി ആയിട്ട് പൊളിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ റീസെൻ്റായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, റീലിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഇതാ ഒരു ചോപ്പറിലേക്ക് ഇട്ട ശേഷം ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. സാധാരണ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ചെറിയ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോഴേക്ക് എനിക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എൻ്റെ ജോലി എളുപ്പമാവും. അതുപോലെ തന്നെ സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെയാണ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്, ഈ ഒരു പരുവത്തിൽ. അപ്പം നമുക്ക് ഇത് ഫ്രീസ് ചെയ്ത് വയ്ക്കാനും എളുപ്പമാണ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. നമുക്ക് തേങ്ങ ഇല്ലാതെ കറികൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു ഫീലാണ് ഇത് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാൻ പോണത്. ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പം സമം തന്നെ എടുക്കണം. പിന്നെ എല്ലാ കറികളിലും നമ്മളിത് ചേർക്കുന്നില്ലല്ലോ. ഇപ്പോൾ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കറികളിലാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ചതച്ച് ചേർക്കേണ്ടതിന് മാത്രം ആ സമയത്ത് ഞാൻ ചതച്ച് ചേർക്കുകയാണ് ചെയ്യണത്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കറികളിലും, ഞാൻ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ എനിക്കിത് ആവശ്യമായിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. സാധാരണ ഞാൻ 1 കിലോ 1.5 കിലോയൊക്കെയാണ് എടുക്കുന്നത്. അതായത് വെളുത്തുള്ളി ഒരു 1.5 എടുക്കുമെങ്കിൽ ഇഞ്ചിയും 1.5 എടുക്കും. അങ്ങനെ ഇതിപ്പം ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ പരത്തി അങ്ങ് വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാനായിട്ട് പോവാണേ. പിന്നെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് 1-2 ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ കസേര ഉണ്ട്, ഈ സ്റ്റൂള്, ഇത് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ സനക്കുട്ടി ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ വരിഞ്ഞ് കെട്ടുന്ന ചൂരൽ വരിഞ്ഞ് കെട്ടുന്ന കടയിലാണ് എത്തിയത്. അപ്പോൾ അവരിതാ ഈ ഒരു രീതിയിൽ ആണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടേത് ചെയ്യാത്തത് കൊണ്ടാണ് സനക്കുട്ടിക്ക് പെട്ടെന്ന് അത് ഊരിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അത് ഒന്ന് വരിയാൻ കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ കുഞ്ഞു സ്റ്റൂൾ കണ്ട് അതിൽ പിടിച്ചിരുത്തിയേ. അപ്പോഴേക്ക് സനക്കുട്ടി ഇരിക്കുന്നില്ല കേട്ടോ, എന്തോ മൂഡ് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ചൂരൽ കസേരകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എത്രയൊക്കെ നല്ല നമ്മളെ മോഡേൺ ചെയറൊക്കെ ഉണ്ടെങ്കിലും ഈ നല്ല ചൂരൽ കസേര അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. എന്നെപ്പോലെ ചൂരൽ കസേരയോട് പ്രേമികൾ ആരൊക്കെ ഉണ്ടെന്ന് പറയുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നിലമ്പൂർ അങ്ങോട്ടേക്കൊക്കെ ഉള്ള മലപ്പുറം ആ സൈഡിലൊക്കെയാണ് കുറച്ചുകൂടി നല്ല ചൂരൽ കിട്ടുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇവരുടെ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് മോഡൽ പറഞ്ഞ് ചെയ്യിക്കുന്നത് അവിടെ നല്ലൊരു കൊച്ചു ചെയറേ, അതിങ്ങനെ റോക്കിംഗ് ചെയറാണ് കേട്ടോ. പക്ഷെ സനക്കുട്ടി അതിലിരിക്കുന്നില്ല. അങ്ങനെ ഇപ്പം അടുത്തുള്ള ചെയറൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ തൊട്ടിലൊന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് 2 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു അത് റെഡിയാക്കാനായിട്ട്. അവർക്ക് കുറേ വർക്കൊക്കെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഏൽപ്പിച്ച ശേഷം ഇനിയിപ്പം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇറങ്ങുമ്പം എല്ലാം കൂടി ഇങ്ങനെ കണക്ക് കൂട്ടിയാണ് പുറത്തേക്ക് ഇറങ്ങണം. അത്യാവശ്യം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. വണ്ടിയിൽ വന്ന് കയറി ഇരിക്കുമ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ 1-2 അടുത്തേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ആ ആവശ്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ചായയുടെ ടൈമായി കേട്ടോ. അപ്പം നിസാറിക്ക് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നാളായി കേട്ടോ നമ്മൾ ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട്. ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാതിരി പല റെസ്റ്റോറൻറ്റും ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കാരണം അതെല്ലാവരെയും ബാധിച്ചിട്ടുള്ളതെന്നുള്ളതാണ് വാസ്തവം. ശരിക്കും അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്നുള്ളത്. അപ്പം ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ വന്നു. പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ഉള്ളതാണ് എടുക്കാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ മുൻപൊക്കെ ആണെങ്കിൽ ഞാൻ 2 വീലറിൽ ഇറങ്ങിപ്പോയിട്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് വരെയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ തീരെ ഇറങ്ങലില്ല, കാരണം ഈ ചൂട് തന്നെയാണ് കാരണം കേട്ടോ.
അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ ഷോപ്പൊക്കെ ഉണ്ട്, എങ്കിലും ഈ വെയിലത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. പിന്നെ നിസാറിക്കേണ്ട കൂടെ ഇങ്ങനെ കാറിൽ വരുമ്പോഴേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം എടുക്കും. അപ്പോൾ സനക്കുട്ടി ഇതാ നമ്മളുടെ ട്രോളി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഉന്തിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെയൊക്കെയുള്ള ഷോപ്പിൽ വരുമ്പോഴേക്കും നല്ല അത്യാവശ്യം നല്ല ടൊമാറ്റോയൊക്കെ നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. ടൊമാറ്റോ തന്നെ പലതരത്തിലുണ്ട്, നാടൻ ടൊമാറ്റോയും ഉണ്ട്, നമ്മൾ ഈ പാസ്ത അതിനൊക്കെ ഇടുന്നത് വേറൊരു തരം ടൊമാറ്റോ. ആ ടൊമാറ്റോയാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. അപ്പം എന്താ നല്ല മാങ്ങയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതൊരു ബാഗ് എടുത്തത്. അത് മറ്റേ ഉറിഞ്ചി മാങ്ങ എന്ന് പറയത്തില്ലേ, അതായത് നമ്മൾ മധുരമുള്ള മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാങ്ങ കേട്ടോ. അപ്പം സനക്കുട്ടി അവിടെ തക്കാളിയൊക്കെ വലിച്ചെടുക്കുന്നത് നോക്കിക്കുക. പിന്നെ ഒന്നും ചീത്താക്കത്തൊന്നുമില്ല കേട്ടോ, അതുപോലെ തിരിച്ചു വെക്കും. പിന്നെ എനിക്ക് ക്യാപ്സിക്കൊക്കെ വേണമായിരുന്നു. അപ്പം ഇതുപോലെ വരുമ്പോഴേക്ക് വാങ്ങിച്ച് വെക്കുന്നതാണ്. പല പല റെസിപ്പികൾ വരുമ്പോഴേക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നു, പക്ഷേ എനിക്കൊരു ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് വേണ്ടത്. പക്ഷെ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അറിയത്തില്ല വെള്ളയാണോ ചുവപ്പാണോ എന്നുള്ളത്. പിന്നെ സംശയമുള്ളത് കൊണ്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ. സനക്കുട്ടി അവിടെ വന്ന് എൻ്റെ പുറകെ നടക്കുവാണ് കേട്ടോ. ഞാൻ ഓരോന്നും എടുക്കുമ്പോഴേക്കും അപ്പം ഞാൻ പറയുന്നുണ്ട്, മോളെ അതൊന്നും എടുക്കരുത്. അപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് നടക്കണത്. അപ്പോൾ അവളത് വലിച്ചിടുന്ന എഴുതിയിട്ട് നമ്മൾ പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടെൻഡൻസിയാവും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എടുക്കരുതെന്ന്. അപ്പോൾ പിന്നെ ആ കുഞ്ഞിനെ അറിയാമല്ലോ. അങ്ങനെ ഇപ്പം സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പം ഇനിയിപ്പം ഇത് കാറിലേക്ക് വെക്കുന്ന നേരം ഒരു ഫാബിമോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സനക്കുട്ടി എൻ്റെ കൂടെ വരികയാണ് കേട്ടോ. നമ്മൾ ഗൾഫിലാണ് ഇത്രയും ചൂട് അനുഭവിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം കാലാവസ്ഥ തലതിരിഞ്ഞു എന്ന് തന്നെ പറയല്ലേ. അവിടെ മഴയും ഇവിടെ നല്ല ചൂടും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അരി വെള്ളത്തിൽ ഇടാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു കപ്പിലാണ് 3 കപ്പ് പച്ചരിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇനിയിപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നാളെ അരയ്ക്കത്തുള്ളൂ. ഒരുപാട് നാളായേ ഞാനിങ്ങനെ ടെറസിലേക്ക് കയറി വന്നിട്ട്. അപ്പോൾ ഇന്ന് എന്തോ നല്ല ഒരു ക്ലൈമറ്റ് ആണെന്ന് തോന്നി, അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് താഴെ വന്നപ്പോൾ ചെടികളൊക്കെ ഇതാ കണ്ട പാവം വാടി തളർന്ന് നിൽക്കുകയാണ്. ഇപ്പം ചെടികളാണെങ്കിലും ശരി, അതൊക്കെ നമ്മൾ എല്ലാവരും പറയും ബോഗൻവില്ലയ്ക്ക് അധികം വെള്ളം കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെള്ളം മഴ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കൊടുക്കാതിരുന്നപ്പോഴേക്കും വാടലൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്നും ഇപ്പോൾ ബോഗൻവില്ലയ്ക്ക് ഇതുപോലെ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം കൊടുക്കാറില്ലെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ വെള്ളം കൊടുക്കും. അപ്പം ഈ ചെടിയൊക്കെ താഴെ ഇരുന്നാണ്, അതിനെയൊക്കെ എടുത്ത് ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ശരിക്കും നമ്മുടെ ഈ റംബൂട്ടാൻ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ പൂവുകൾ വന്നു തുടങ്ങിയുള്ളൂ, നിൽക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഓട്ടറയ്ക്ക് അരി ഇട്ടെന്ന്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചോറും തേങ്ങയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇച്ചിരി ഉപ്പും കൂടി ഇതിൽ തന്നെ ഇടും കേട്ടോ. പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെ ആ ഒരു ബാറ്റർ തന്നെ ആണ്. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അപ്പോഴും തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ചേർക്കാം. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഓരോന്നും അല്പസ്വല്പം മാറ്റങ്ങൾ വരുമ്പോഴാണല്ലോ ആ ഒരു പലഹാരത്തിൻ്റെ പേരും ടെക്സ്ചറും ഒക്കെ മാറുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചിട്ട് അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് വേറെ 1-2 പണികൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് മോമോസിൻ്റെ ഫ്രോസൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് സ്റ്റീം ചെയ്യാമെന്ന് കരുതിയിട്ട് ഇത് എടുത്തതാണ്. അപ്പം രാവിലെ ആകുമ്പോഴേക്ക് പിന്നെ ഇവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നിസാർക്കൊക്കെ ഇതിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ സലു രാവിലെ പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ വരത്തുള്ളൂ. പിന്നെ വിചാരിച്ചു ഇപ്പം പിന്നെ ഇത് പിന്നെ ആവിയേറ്റുന്നതല്ലേ, അപ്പം ഇതൊന്ന് സ്റ്റീം ആവട്ടെ എന്ന് എഴുതിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സനക്കുട്ടിക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ മോമോസിൻ്റെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ സനക്കുട്ടിക്ക് ഞാനങ്ങനെ സോസ് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതവിടെ അത് വേകുന്ന നേരം കൊണ്ട് ഞാൻ സവാളയൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് രാവിലെ അങ്ങ് തീർത്ത് വയ്ക്കും കേട്ടോ. അത് പിന്നത്തേക്ക് പതിവ് ഇപ്പം ഈ ചൂട് തുടങ്ങിയ ശേഷം അങ്ങനെ ഇല്ല കേട്ടോ. ചൂട് തുടങ്ങിയ ശേഷം ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കാനേ പറ്റത്തില്ല. ഇപ്പം അടുക്കളയിൽ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും
പക്ഷെ ഭയങ്കര ചൂടല്ലേ. അപ്പം നമ്മൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് ഒന്നാമതിപ്പോൾ ഗ്യാസ് കിട്ടാനില്ല, അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് ആ തീയെ പാറി പറത്തിക്കൊണ്ട് പോകും. അപ്പം അതുകൊണ്ട് അതും പറ്റത്തില്ല. അപ്പം അത് കാരണം ഈ രാവിലെ ആകുമ്പോൾ പിന്നെ അത്ര അങ്ങനെ ചൂട് തുടങ്ങിയിട്ടുണ്ടാവില്ലല്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ജോലി ഇങ്ങനെയൊക്കെ ഉള്ളത് ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് ഇരുന്നുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ പ്രഷർ കുക്കറിലാവുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുമല്ലോ. ഞാനൊരു 6-7 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ സ്റ്റീം പോയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറന്ന് ഇതെടുക്കത്തുള്ളൂ. അപ്പോൾ അത് അവിടെ ഇതാ റെഡിയാകുന്ന നേരം കൊണ്ട് ഇതാ നമ്മളുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ആവിയേറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ശരിക്കും നല്ല ചൂട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഞാനിങ്ങനെ അടുക്കി വെച്ചത് കൊണ്ടൊന്ന് തണുത്ത ശേഷമേ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നമുക്ക് ഈസി ആകത്തുള്ളൂ കേട്ടോ. ഇപ്പം നല്ല ചൂട് കേട്ടോ, കൈ പൊള്ളുന്നുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴേക്ക്. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനും റെഡിയായി, സ്റ്റീമൊക്കെ പോയ ശേഷമാണ് ഞാനിതാ കുക്കർ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഞാനിപ്പം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യാൻ പോണത് കേട്ടോ. സാധാരണ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ അങ്ങനെ അല്ല എടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഞാൻ പൊട്ടറ്റോ ഇപ്പോഴാണ് പുഴുങ്ങാനായിട്ട് വെച്ചത്. പൊട്ടറ്റോ ഞാൻ എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കിത് പുഴുങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം, അതും വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട്, വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം, ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല. ഇതൊരു 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചിക്കന് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണതേ. നമ്മൾ ഈ ക്രഷ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതും ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുക്കുന്നതും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കണതാണ് നല്ലത് കേട്ടോ. അപ്പം പൊട്ടറ്റോ വേകാനായിട്ട് ഒരു ടൈം വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമ്മുടെ മോമോസൊക്കെ ഒന്ന് തണുത്തപ്പോഴേക്ക് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ ദിവസത്തേക്കായിട്ട് അങ്ങനെ വയ്ക്കത്തില്ല, കുറച്ചെടുത്ത് അപ്പോഴെ തന്നെ ഉണ്ടാക്കാനാണ് പതിവ് കേട്ടോ. അതായത് ഇതാണ് നമ്മളുടെ മോമോസിൻ്റെ സോസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് കൊണ്ടാണോ എന്താണോ എന്നറിയത്തില്ല, നിസാർക്കൊക്കെ ഇത് വലിയ പ്രിയമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പം ഇതിനിപ്പം ഞാൻ ഇവർക്കെല്ലാം കഴിക്കാനായിട്ട് കൊടുക്കട്ടെ. സനക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സനക്കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ സോസ് കൊടുക്കാറില്ല, അല്ലാതെ മോമോസ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ആവിയേറ്റുന്ന ആയതുകൊണ്ട് നല്ലതാണല്ലോ. അപ്പം മോമോസൊക്കെ കഴിച്ച് വന്ന ശേഷമാണ് കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി ഞാൻ ഓപ്പൺ ചെയ്തു. ഈസി ആയിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഇളകി കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം തോലെല്ലാം മാറ്റി ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒന്ന് സമയം കിട്ടത്തില്ല, പിന്നെ രണ്ടാമത് മടി, ഇതൊക്കെ കൊണ്ട് ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ചോപ്പറിൽ തന്നെ സവാളയും പച്ചമുളകും കറിവേപ്പില കുറച്ചധികം ഇടണം, എങ്കിൽ മാത്രമേ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക്. പിന്നെ ഒരു പീസ് ഇഞ്ചി, നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വളരെ കനം കുറച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം, ആ ഒരു രീതിക്ക് മാത്രം എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ എടുക്കാനുള്ളത്. ഒരുപാട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കുമ്പം അത്ര ശരിയാവത്തില്ല കേട്ടോ. അപ്പം ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരുമിച്ചിടുമ്പോഴേക്ക് പ്രത്യേക ഒരു മണമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ക്രഷറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മിക്സിയുടെ മറ്റേ ചെറിയ ജാറില്ലേ അതിലൊന്ന് പൾസ് ചെയ്തൊന്ന് എടുത്താൽ മതിയേ. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വഴണ്ടാൽ മാത്രം മതി കേട്ടോ. ഓരോന്നും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇതിൽ ഞാൻ ഇതൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ
ഈ ഒരു രീതിയിൽ നമ്മൾ ഈ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാക്കുമ്പം ഇതുപോലെയല്ലേ ഷ്രെഡ് ചെയ്തല്ലേ അതിൽ ചേർക്കുന്നത്, ആ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണേ. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നർമ്മദ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു കട്ട്ലറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടൊമാറ്റോ ഉള്ളിയും ഒക്കെ ചേർത്ത ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി അത് ടൊമാറ്റോ കെച്ചപ്പ് ഉള്ളിയൊക്കെ ചേർത്ത ഒരു സാലഡാണ് അതിൻ്റെ കൂടെ തരുന്നത്. ആ ഒരു ഇത് എപ്പോഴും ഞാൻ കട്ട്ലറ്റ് തിന്നാലും എനിക്ക് ആ ഒരു ഓർമ്മ വരും. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അങ്ങനെ ഇത് തണുക്കാൻ വേണ്ടി ഞാൻ എന്താ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു ട്രിക്കുണ്ട് കേട്ടോ. നമ്മളെ ഈ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പൊടിഞ്ഞ് കിട്ടും. ഇപ്പം ഇതിലേക്ക് കട്ടകളുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉരുട്ടുമ്പോഴേ ഈ കട്ടകൾ അവിടെ കിടക്കും. പക്ഷേ എനിക്കിങ്ങനെ ഈ കട്ട്ലറ്റ് എന്ന് പറയുമ്പം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റ് ഉണ്ടല്ലോ, അത് എനിക്കിഷ്ടമില്ല കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും, കാരണം അതിൽ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട്. എനിക്കെന്തോ ബീട്രൂട്ട് കട്ട്ലറ്റിൽ ചേർക്കുന്നതിനോട് ഒട്ടും ഇഷ്ടമേ അല്ല. അതൊരു ചുവന്ന കട്ട്ലറ്റായി മാറും. നിങ്ങൾക്കൊക്കെ അതിഷ്ടമുള്ള എത്ര പേരുണ്ട്? അപ്പം നിങ്ങളുടെയും അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പോ സ്റ്റാറിൻ്റെ ഷേപ്പോ ഒക്കെ ആക്കിയെടുക്കാം. ഇന്നിപ്പം ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. കാണാനും ഇത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇതെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ലാസ്റ്റ് ഒരു കുഞ്ഞ് കട്ട്ലറ്റും കിട്ടിയേ ഈ ഒരു സൈസിലാണ്. അപ്പം ഞാനിത് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. മാറ്റിയിട്ട് നമുക്ക് ഇത് കോൺഫ്ലവറാണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയത് കേട്ടോ. അതിലേക്ക് ഇതൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ശരിക്കും ബ്രെഡ് ക്രംസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്കത് കിട്ടും. പിന്നെ വേണമെങ്കിൽ ആ ബ്രെഡ് ക്രംസിനെ നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഒറിഗാനോ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. വെറുതെ ബ്രെഡ് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ചിലർ വിചാരിക്കും ബ്രെഡ് ക്രംസ് ഇല്ലല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ ബ്രെഡ് വീറ്റ് ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏതായാലും മതി, നമുക്ക് പൊടിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിനിയിപ്പം കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമായിരിക്കും. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുത്തിട്ട് പൊരിച്ചു കൊടുക്കാമല്ലോ. പക്ഷേ ഞാനിപ്പോൾ പിന്നെ അധികം അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറില്ല. ഈ ഒരു അളവിൽ ഇപ്പം ഞാനൊരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തു, പൊട്ടറ്റോയൊക്കെ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു അളവിൽ എനിക്കൊരു 17 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു മാറ്റിയിരിക്കണം. നമ്മുടെ സനക്കുട്ടി വന്നതെന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മോക്ക് ഇപ്പം ഞാൻ പൊരിച്ചു തരാമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം എന്തായാലും അടുപ്പ് തന്നെ കത്തിച്ചെടുക്കാം. കുറേ കാലമായി ഞാൻ എൻ്റെ അടുപ്പ് കത്തിച്ചിട്ട് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കുക്കിംഗ് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം അടുപ്പ് ഞാൻ കത്തിക്കണത്, അടുപ്പിൽ കുക്ക് ചെയ്യുന്നതും എല്ലാം. ഇപ്പം പിന്നെ സാഹചര്യം മാറി. ഗ്യാസ് ഏറ്റവും കുറഞ്ഞ അളവിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം പഴയ കാലത്തേക്ക് വന്നു എന്ന് തന്നെ പറയാമല്ലേ. ഈ ഗ്യാസ് വിറകടുപ്പൊക്കെ ഉള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ഒന്നുമില്ലെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് ആഹാരം പാകം ചെയ്യാമല്ലോ. പക്ഷേ ഈ ഒരു സൗകര്യങ്ങൾ ഇല്ലാത്തവരുടെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അടുപ്പും പ്രശ്നം തന്നെയാണ്. ഞങ്ങളുടെ കിച്ചൺ വന്നിട്ട് ഫ്രണ്ടിലാണ്. അപ്പം ഞാനിവിടെ വിറക് കത്തിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലൊക്കെ പുക പോവും. അപ്പോൾ പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ പുകക്കുഴൽ എങ്ങോട്ടേക്ക് ഞാൻ തിരിച്ചു വിടും, അതും പ്രശ്നം തന്നെയാണ്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതിൽ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം, അങ്ങനെയുള്ളൂ. അപ്പം ഞാനിത് പിന്നെ സനക്കുട്ടി എൻ്റെ പുറകെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ ആള്. പിന്നെ എനിക്കിങ്ങനെ വലിയ വശമൊന്നുമില്ല അടുപ്പ് കത്തിക്കാനായിട്ട്. അവിടെ ഇരുന്ന വിറക് കഷ്ണമൊക്കെ എടുത്ത് വെച്ചു. എണ്ണ ചൂടായപ്പോഴേക്ക് ഞാൻ എങ്കിൽ പിന്നെ കുറച്ച് കട്ട്ലേറ്റ് ഇപ്പം തന്നെ പൊരിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ബാക്കി കുക്ക് ചെയ്യുമ്പോഴേക്ക് ഈ അടുപ്പ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ.
ഇതാ കണ്ടോ, പുക ഇങ്ങനെ വരുന്നുണ്ടേ. എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ വിറകോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ടൈപ്പ് വിറകൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാനൊരു ചാക്കിലാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലാണെങ്കിൽ അവർക്ക് വിറകിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പറമ്പിലൊക്കെ കാണും, അങ്ങനെ വിറകൊക്കെ അവർക്ക് കിട്ടും. പക്ഷേ നമ്മളുടെ ഇവിടെ സിറ്റി അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വിറക് വേണമെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതും അത്ര നല്ല വിറകും കാര്യങ്ങളും ഒന്നുമല്ല. എന്തായാലും എനിക്ക് തീയുടെ ആ ഒരു അളവ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കാം കട്ട്ലറ്റിന് ലേശം കളറ് മാറിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നില്ല. എന്തായാലും ഞാൻ ദാ കട്ട്ലറ്റ് നമ്മുടെ സനക്കുട്ടിക്ക് പൊരിച്ചെടുത്തു. അപ്പോൾ ദാ മൂക്ക് കൊടുക്കണേ. സനക്കുട്ടി കൊള്ളാവോ? എങ്ങനെയുണ്ട്? സൂപ്പറാ? അമ്മ കഴിച്ചോളാം. അങ്ങനെ നമ്മളുടെ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ശരിക്കും എൻ്റെ ഓട്ടട ചട്ടി തന്നെ ഉണ്ട്, പക്ഷെ അതിന്ന് വിട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കാലം നമ്മളെ പഴമയിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഒട്ടുമുക്കാൽ വീടുകളിലും അടുപ്പില്ലാത്തവർ അടുപ്പ് വയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായി അല്ലേ. അടുപ്പ് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും അടുപ്പ് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി. എല്ലാവരും ഗ്യാസും ആധുനിക സൗകര്യങ്ങളും അതിലേക്കൊക്കെ പോയി. പക്ഷേ കാലം മാറ്റുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇതാ നമ്മളുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ടാണ് മാവ് കോരി ഒഴിക്കുന്നത്. അപ്പം കാലം നമ്മളെ വീണ്ടും പഴമയിലേക്ക് തന്നെ എത്തിക്കും തോന്നുന്നു. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് വൈദ്യുതിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫ്രാറെഡ്, ഇൻഡക്ഷൻ കുക്കർ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വരും. അപ്പോഴും ആശ്രയം അടുപ്പ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, മിക്സി, അതൊക്കെ വിട്ടിട്ട് നമ്മൾ അമ്മിക്കല്ലിനെയും ആട്ടുകല്ലിനെയും, അതായത് പണ്ടത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്തോ അതിലേക്ക് തന്നെ കാലം നമ്മളെ എത്തിക്കും എന്നാണ് കണ്ടിടത്തോളം തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലാതെ എന്ത് പറയാൻ. അങ്ങനെ ഇതാ നമ്മളുടെ അടിപൊളി ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമ്മൾ കാസറോളിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുൻപ് ചിലതൊക്കെ കാണിക്കുമ്പോൾ പറയും, അയ്യോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അല്ല എന്ന് പറയും. അതൊക്കെ ഓരോ നാട്ടിൻ്റെ പ്രത്യേകതകളാണ്, ഓരോരോ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം ഇതാ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇതാ നല്ല ആരെടുത്ത ഓട്ടടയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി ബ്ലോഗ് ഇട്ടൊക്കെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും എല്ലാവർക്കും ബൈ.